ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കാൻ വന്നിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നഴ്സറി റോസ് വാങ്ങിയിട്ട് നമ്മൾ എങ്ങനെ അത് നടണം, എങ്ങനെ അത് നല്ല ക്ലിയറായിട്ട് നശിക്കാതെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം, അനേകം പൂക്കളാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ നടിയിൽ തൊട്ട് അത് പൂക്കൾ വരുന്നത് വരെയുള്ള വീഡിയോസാണ് നിങ്ങൾ ബാക്കിലോട്ട് കാണാൻ പോകുന്നത്. അപ്പം ആ വീഡിയോ സൂപ്പറായിട്ട് നിങ്ങൾ കാണുക, അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് റോസ് നശിക്കാതെ തന്നെ ഇരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് എടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു റോസാണ്. ഇതിൻ്റെ മണ്ണെന്ന് പറയുന്നത് ചെളി മാത്രമാണ്. നല്ല കട്ട, ഒരു ദിവസം വെയിലടിച്ചു കഴിഞ്ഞാൽ ഇത് കട്ട പോലെ ഇരിക്കും. ഇതിനെ നമ്മൾ വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് അതിൻ്റെ വേരുകൾ പൊട്ടാതെ കൃത്യമായി അതിനെ ആ മണ്ണ് കുതിർത്ത് ആ വെള്ളത്തിൽ ലയിപ്പിച്ച് കളഞ്ഞിട്ട് നമ്മൾ അതിനെ എടുക്കുന്നത്. ഞാൻ ഒട്ടും മണ്ണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ശകലം പോലും മണ്ണ് ഞാൻ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പരീക്ഷണമാണ്. നമുക്ക് ഏത് രീതിയിൽ വിജയിക്കും, അത് നന്നായിട്ട് വരുമോ എന്നൊക്കെ നമുക്ക് പുറകാലെ കാണാൻ സാധിക്കും. അങ്ങനെ കൃത്യമായി നമ്മൾ എല്ലാം അതിൻ്റെ ആ ചെളിമണ്ണ് ഒക്കെ അതിൻ്റെ അകത്ത് മുക്കി വൃത്തിയായിട്ട് അതിൻ്റെ വേരുകൾ കഴുകിയെടുത്ത് നമ്മൾ ഇതിനെ ഏത് തരത്തിലാണ് നടുന്നത് എന്ന് നമുക്കിപ്പോൾ കാണാം. ഞാൻ ഒരു ടെറാക്കോട്ടയുടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഹോളുള്ള ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഹോളുള്ള ചട്ടി എടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ചില നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ പറഞ്ഞു, ഈ വേരുകൾക്ക് വായു സഞ്ചാരം ലഭിച്ചാൽ ചെടികൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പൂവിടാനും വളരാനും സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ ഓർക്കിഡിൻ്റെ പോലത്തെ ഒരു ചട്ടിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് തരത്തിലുള്ള ചട്ടി എടുത്താലും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മിക്സ്ചർ, അതെന്താണ് അതിൻ്റെ മീഡിയം കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എല്ലുപൊടി, മണ്ണ്, മണൽ, കമ്പോസ്റ്റ്, ഇത്രയും സാധനം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് 1:1 ആയിട്ട് കമ്പോസ്റ്റും മണ്ണും ഓരോ പിടി വെച്ച് എല്ലുപൊടിയും ആണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ലിക്വിഡായിട്ട് വളങ്ങൾ കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ കൃത്യമായിട്ട് വേര് അതായത് ഭയങ്കരമായിട്ട് കുത്തി നിറയ്ക്കരുത്. കാരണം ആ വേരുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പടരണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഉണങ്ങിയ തണ്ടുകളും ഒക്കെ നമ്മളതൊന്ന് പ്രൂൺ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ടത് ചെയ്യണം. അതിൻ്റെ ഉണങ്ങിയ തണ്ടുകൾ ഒക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കളയുക, ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കളയുക. എന്നിട്ട് ഇതിനെ നമുക്ക് എന്താ ചെയ്യുക, കുറച്ച് ഒരു 2 ആഴ്ചത്തേക്ക് നമ്മുടെ ഷെയ്ഡിൽ വെക്കണം. ഷെയ്ഡിൽ വെക്കുമ്പോൾ അതിന് പുതിയ മുകുളങ്ങൾ വരുന്നത് കാണുവാൻ സാധിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആ റോസ് എങ്ങനെ നട്ട് പിടിപ്പിച്ച് വലുതാക്കി പൂക്കളാക്കി എന്ന് നിങ്ങൾ പോയി കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇന്ന് നമ്മൾ വളങ്ങൾ ചേർക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഇത് എന്തിൻ്റെ മിക്സ്ചറാണെന്ന് ചോദിച്ചാൽ,
അതിൻ്റെ അകത്തെ ഈ തണ്ട് ഉണങ്ങിയുള്ള അതേ കണ്ടില്ലേ, തണ്ട് ഉണങ്ങിയിരിക്കുന്ന കണ്ടില്ലേ, ഇത് നമ്മൾ അതൊന്നും തേക്കാതെ നമ്മൾ പ്രൂൺ ചെയ്തതാണ്. അപ്പോൾ അന്നേരം തണ്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തണ്ട് ഉണങ്ങാതുള്ള സംവിധാനം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട്, നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ, താങ്ക്